Hola awesome people, welcome to our channel. ഇത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് കൊക്കോ. കൊക്കോ എന്ന് വെച്ചാൽ കൊക്കോ കൊക്കോ എന്ന് വെച്ചാൽ കൊക്കോ ട്രീയുടെ സീഡാണ് കൊക്കോ ബീൻ. കൊക്കോ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നറിയോ? ചോക്ലേറ്റ് കേക്ക്, ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിന്റെ ബേസ് എന്താണ്? കൊക്കോ പൗഡർ. അതെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊക്കോ പൗഡർ. യെസ്. അപ്പോൾ നമ്മൾ അതിനായി ഒരു കൊക്കോ എടുക്കണം. ഒരു കൊക്കോയോ? കുറച്ചധികം കൊക്കോ എടുക്കണം. എന്നിട്ട് കൊക്കോ പൊട്ടിക്കണം. ഈ കൊക്കോ കഴിക്കാവോ? പിന്നെ അതിനെന്താ, നമുക്ക് ഈ വൈറ്റ് ഫ്ലഷ് കഴിക്കാം. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യണം അല്ലേ? അല്ലല്ല, ഇനി ഒരു മെയിൻ സ്റ്റെപ്പ് കൂടിയുണ്ട്, ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ എങ്ങനെയാ ചെയ്യാ? ഫെർമെന്റേഷന് നമ്മൾ കളക്ട് ചെയ്ത എല്ലാ ബീൻസും കൂടെ എടുത്തൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ റെഡിയാവും. അപ്പൊ ഇതിന്റെ സ്ലൈമി ടെക്സ്ചർ ഒക്കെ പോവോ? സ്ലൈമി ടെക്സ്ചറൊക്കെ കുറച്ചുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് കഴുകാം, അല്ലെങ്കിൽ കഴുകണ്ട. കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഫെർമെന്റേഷൻ നമ്മൾ മെയിൻലി ചെയ്യുന്നത് അതിന്റെ ടെക്സ്ചറും കളറും ഫ്രാഗ്രൻസിനൊക്കെ വേണ്ടിയാ. സോ പുളിപ്പിക്കുന്നത് നല്ലതല്ലേ? ഒന്നല്ലതാ. ഇനി നമുക്ക് നേരെ ടെറസിലേക്ക് പോവാം. ഇനി ഇത് നല്ലോണം വെയിൽ കൊണ്ട് ഉണക്കിയെടുക്കണം അല്ലേ? അതെ, 1-2 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങൂലേ ഇത്? അത് മതിയാവും. അങ്ങനെ ഫൈനലി നമ്മുടെ കൊക്കോ ബീൻസ് എല്ലാം ഉണക്കി കിട്ടി. നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടി. നല്ല രസമാണല്ലേ കൊക്കോ ബീൻസ് ഇങ്ങനെ കാണാൻ? ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ ആ ഒരു ലുക്കും ഇപ്പോഴേ കൊക്കോ ബീൻസിനുണ്ട്. തൊടുമ്പോൾ തന്നെ ഈ കൊക്കോ ബീൻസിൻ്റെ തൊലിയൊക്കെ സിമ്പിളായിട്ട് പോകാനുണ്ടല്ലോ. നമ്മൾ വെയിൽ കൊള്ളിച്ചപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് പോകാൻ. അപ്പം ഞാനൊരു ഐഡിയ പറയട്ടെ. ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ പൊളിക്കാൻ പറ്റില്ലേ? അതാണല്ലോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിനുവേണ്ടി നമ്മൾ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഈ ബീൻസ് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കാതെ കരിഞ്ഞു പോകാൻ നിൽക്കരുത്. അതിന് സൂക്ഷിച്ച് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് റോസ്റ്റായി വരാൻ കുറച്ച് ടൈം എടുക്കില്ലേ? ഞാനേ ആ സമയം കൊണ്ട് ചോക്ലേറ്റിനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പറയട്ടെ. പറഞ്ഞോ. ഈ ചോക്ലേറ്റിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണെന്നറിയോ? ഒരു മീസോ അമേരിക്കൻ സിവിലൈസേഷൻ്റെ ടൈമിലാണ് ചോക്ലേറ്റ് ഒറിജിൻ ആകുന്നത്. ശരിക്കും ചോക്ലേറ്റ് ആ ഒരു ടൈമിൽ കൊക്കോ ബീൻസ് ഗോൾഡിനേക്കാളും വാല്യൂ ഉള്ളൊരു ഒബ്ജക്റ്റ് ആയിരുന്നു. അത് കറൻസി ആയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നു ആ ടൈമിൽ. നിക്ക് നമ്മുടെ കൊക്കോ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റട്ടെ, എന്നിട്ട് വേറൊരു പാത്രത്തിലേക്കൊക്കെ വരാം. മാറ്റിക്കോ. പക്ഷെ ഞാൻ പറഞ്ഞോണ്ടെന്ന് വെച്ച കാര്യം ഒന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അത് നീ കംപ്ലീറ്റ് ചെയ്തോ? ആ സമയം കൊണ്ട് ഞാൻ ഈ തൊലിയൊക്കെ പൊളിച്ചു വെക്കാം. നീ പറഞ്ഞോ. ഓക്കെ. അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ ഈ ചോക്ലേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നറിയോ? എന്താ? അതെ, നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറിനെക്കാളും കുറവ് ടെമ്പറേച്ചറിൽ തന്നെ ഇത് മെൽറ്റ് ആവും. പിന്നെ അത് മാത്രമല്ല, ഈ ചോക്ലേറ്റ് എന്നത് ലവ് ആൻഡ് റൊമാൻസ് ഇതിനെയൊക്കെ സിംബിളൈസ് ചെയ്യുന്ന ഒരു സ്വീറ്റാണ്. അത് ശരിയാ. അതുകൊണ്ടല്ലേ നമ്മൾ വാലന്റൈൻസ് ഡേ ഒക്കെ ഡയറി മിൽക്ക് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ നമുക്ക് കുറേ ഹെൽത്ത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അത് ലോ BP ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ അതിൻ്റെ ഒരു അരോമ നമുക്കൊരു സെൻസ് ഓഫ് റിലാക്സേഷൻ തരും. പിന്നെ അതേപോലെ തന്നെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം അറിയോ? നമ്മുടെ വൈറ്റ് ചോക്ലേറ്റില്ലേ, ആ ടെക്നിക്കലി ഒരു ചോക്ലേറ്റ് അല്ല. ഓക്കെ, അപ്പം നമ്മുടെ കൊക്കോ ബീൻസിൻ്റെ എല്ലാ തൊലിയും പൊളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യലാണ്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. നമുക്കിത് വേഗം പൊടിഞ്ഞ് കിട്ടും. അതുമല്ല, ഇതിൻ്റെ ഓയിലൊക്കെ ഒന്ന് ഇറങ്ങി നല്ലൊരു അരോമയും വരും. നമുക്കിത് മിക്സറിൽ വേഗം പൊടിഞ്ഞ് കിട്ടാനും ഇത് ഹെൽപ്ഫുള്ളാണ്. അതപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ അടിയിൽ പിടിക്കാതെ കരിഞ്ഞൊന്നും പോവാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ശരിയാ, നല്ല സ്മെല്ലുണ്ടല്ലേ ചോക്ലേറ്റിൻ്റെ. ആ ഒരു ഓയിലൊക്കെ ഇറങ്ങണതിൻ്റെ ആയിരിക്കും അല്ലേ? അതേനെ. എന്നാ ഇനി ഞാൻ ചെയ്യാം. ഞാൻ ഈ കൊക്കോ ബീൻസ് എല്ലാം മിക്സർ ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് പൊടിച്ചോണ്ട് വരാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് നല്ലോണം ഫൈനായിട്ട് ഞാൻ പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട്. കറക്റ്റല്ലേ? കറക്റ്റാണ്. ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇതിനകത്ത് കുറേ കട്ടകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് നല്ല പൗഡർ ഫോമിൽ കിട്ടാനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കൊക്കോ പൗഡർ സെറ്റായല്ലേ? എന്നാൽ ഞാൻ വേറൊരു ബൗൾ കൊണ്ടുവരാം.
അങ്ങനെ ഫൈനലി നമ്മുടെ കൊക്കോ ഫൈനായിട്ട് ലംസ് ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കുറേ കാലം അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൊക്കോ കിട്ടുമ്പോൾ ഡു ട്രൈ ഇറ്റ് ഔട്ട് അറ്റ് ഹോം ആൻഡ് സെൻഡ് യുവർ ഫീഡ്ബാക്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് വിത്ത് ദാറ്റ് വി ആർ സൈനിങ് ഓഫ്. Adios.